ഹലോ മൈ ചങ്സ് അവിയോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള വ്യവഹാരവാദം അല്ലെങ്കിൽ പാവ്ലോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളോടുള്ള പ്രതികരണങ്ങളാണ് എന്നും ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യവഹാരവാദം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു പോയിന്റ് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എല്ലാ മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളും സ്റ്റിമുലസുകളോടുള്ള പ്രതികരണങ്ങളാണ്. അതായത് സ്റ്റിമുലസ് എന്ന് പറയുന്നതാണ് ചോദകം, അതിൻ്റെ മലയാളം, പ്രതികരണം റിഫ്ലെക്സ്. അപ്പം ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് നമ്മൾക്കൊരു റിഫ്ലെക്സ് അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ നമ്മളോട് അതിന് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ഒരു പ്രതികരണം ഒരു ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ബിഹേവിയറിസം പറയുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നത് പോലെ അല്ലെങ്കിൽ ചോദിക്കുന്നതിന് പ്രതികരിക്കുന്നത് പോലെ ജസ്റ്റ് ഓർത്തേച്ചാൽ മതി. അങ്ങനെയാണ് നമ്മളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. നമ്മളിപ്പം പല വ്യക്തികളോട് നമ്മൾ പല രീതിയിലായിരിക്കും സ്വഭാവം. അവർ നമ്മളോട് എങ്ങനെയാണോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ അങ്ങോട്ടുള്ള റിഫ്ലെക്സ് ആയിട്ടുള്ള ആക്ഷൻസ്. അപ്പം നമ്മുടെ സ്വഭാവം പല രീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്നത്. അപ്പം ഇതിനെ ചോദക പ്രതികരണ ബന്ധം എന്നാണ് വിളിക്കുന്നത്. ഭാവിയിൽ പ്രസ്തുത ചോദകം പ്രത്യക്ഷപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വ്യവഹാരവാദികൾ അഭിപ്രായപ്പെടുന്നു. 20 മുതൽ 60 വരെ 4 പതിറ്റാണ്ടുകൾ മനഃശാസ്ത്ര മേഖലയിൽ ആധിപത്യം ചെലുത്തിയ വ്യവഹാരവാദത്തിലെ ആശയങ്ങളും വാദഗതികളും രൂപപ്പെട്ടത് പാവ്ലോവ്, തൊണ്ടെക്, സ്കിന്നർ, വാട്സൺ തുടങ്ങിയ നടത്തിയ പരീക്ഷണങ്ങളിലൂടെയായിരുന്നു. അപ്പം വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ പാവ്ലോവ്, തൊണ്ടെക്, സ്കിന്നർ, വാട്സൺ എന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഇനി പാവ്ലോവും അനുബന്ധന സിദ്ധാന്തവും. പാവ്ലോവുമായി ബന്ധപ്പെട്ടതാണ് അനുബന്ധന സിദ്ധാന്തം. അപ്പം അദ്ദേഹം ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. ദഹനരസങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കായി തൻ്റെ പരീക്ഷണശാലയിൽ അദ്ദേഹം ഏതാനും നായകളെ വളർത്തിയിരുന്നു. അതായത് നായകളിൽ പരീക്ഷിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാവ്ലോവ്. അപ്പോൾ ഒരിക്കൽ നായ്ക്കൾക്ക് സാധാരണ ഭക്ഷണം വിളമ്പാറുള്ള അറ്റൻഡറുടെ കാലടി വെച്ച കേട്ടപ്പോൾ അവയുടെ വായിൽ നിന്ന് ഉമിനീർ സ്രവിക്കുന്നത് യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതായത് ഒരു ശബ്ദം, നമ്മൾ സ്കൂളിലൊക്കെ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ആ ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ, ഇപ്പം സാധാരണ ഭക്ഷണം വിളമ്പാറുള്ള അറ്റൻഡറുടെ കാലടി വെച്ച് കേട്ടപ്പോൾ അവയുടെ വായിൽ നിന്നും ഉമിനീർ സ്രവിക്കുന്നത് യാദൃച്ഛികമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ശബ്ദം ഉമിനീർ ഉണ്ടാവാൻ സഹായകമായ ഒരു ചോദകമല്ല, സ്റ്റിമുലസ് അല്ല. ഭക്ഷണവുമായി ഇതിനെ ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുന്നത്. ഇത് അനുബന്ധ പഠനം, അസോസിയേറ്റീവ് ലേണിംഗ്. അപ്പോൾ അനുബന്ധ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ ചോദിച്ചാൽ പാവ്ലോവ്. അപ്പം അദ്ദേഹം നായ്കളിലാണ് പരീക്ഷിച്ചത്. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉമിനീരും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ശബ്ദവും ഉമിനീറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് അനുബന്ധമായിട്ട് അസോസിയേറ്റീവായിട്ട് ലേണിംഗ് നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവ്ലോവ് എന്ന് പറയണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് അനുബന്ധ പഠനമായിരിക്കണമെന്ന് അദ്ദേഹം അനുമാനിക്കുകയും ഇങ്ങനെ പഠിക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രമായി തന്നെ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. തോന്നലാണ്. ഇതിനായി അദ്ദേഹം സജ്ജമാക്കി പരീക്ഷിച്ച ക്രമീകരണം താഴെ കൊടുക്കുന്നു. വിശന്ന നായയുടെ ഉമിനീർ ഗ്രന്ഥിയുമായി ശസ്ത്രക്രിയയിലൂടെ ഒരു ഗ്ലാസ് ട്യൂബ് ഘടിപ്പിച്ചു. ശബ്ദം കടക്കാത്തതും ഒരു വശത്തേക്ക് മാത്രം കാണുന്നതുമായ സ്ഫടികക്കൂട്ടിൽ നായയെ നിശ്ചലനായി ബെൽറ്റുകളാൽ ബന്ധിച്ചു. കൂട്ടിനകത്ത് യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന ശബ്ദത്തിന്റെ സ്ഥായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ചിരുന്നു. നായയ്ക്ക് തൊട്ടു മുന്നിലായി ഒരു പാത്രത്തിൽ മാംസത്തിന്റെ പൊടിയും നിക്ഷേപിക്കാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിയെ കാണാനോ ബാഹ്യമായ ശബ്ദ ദൃശ്യ ഘടകങ്ങളൊന്നും തന്നെ നായയെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധമായിരുന്നു സംവിധാനം സജ്ജമാക്കിയിരുന്നത്. ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഒരു പട്ടിണി കിടത്തിയ ഒരു നായയെ ഉമിനീർ ഗ്രന്ഥിയുമായി ശസ്ത്രക്രിയയിലൂടെ ഒരു ഗ്ലാസ് ട്യൂബ് ഘടിപ്പിച്ചു. ശബ്ദം കടക്കാത്തതും ഒരു വശത്തേക്ക് മാത്രം കാണുന്നതുമായ സ്ഫടികക്കൂട്ടിൽ നായയെ നിശ്ചലനാക്കി ബെൽറ്റുകളാൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം ഘടിപ്പിച്ചിരുന്നു. നായയ്ക്ക് തൊട്ടു മുന്നിലായി ഒരു പാത്രത്തിൽ മാംസത്തിന്റെ പൊടി നിക്ഷേപിക്കാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന വ്യക്തിയെ കാണാനോ ബാഹ്യമായ ശബ്ദ ദൃശ്യ ഘടകങ്ങളോ ഒന്നും തന്നെ നായയെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഓരോ തവണ
മെട്രോണോം ശബ്ദിക്കുമ്പോഴും മാംസപ്പൊടി നായ്ക്ക് മുന്നിൽ നിക്ഷേപിക്കപ്പെട്ടു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ ശബ്ദവും ഭക്ഷണവും തമ്മിലുള്ള പരസ്പര ബന്ധം പട്ടി മനസ്സിലാക്കുകയും ശബ്ദം കേട്ടയുടൻ ഉമിനീർ സ്രവിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഓരോ തവണ മെട്രോണോം ശബ്ദിക്കുമ്പോഴും മാംസപ്പൊടി നായ്ക്ക് മുന്നിൽ നിക്ഷേപിക്കപ്പെട്ടു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ ശബ്ദവും ഭക്ഷണവും തമ്മിലുള്ള പരസ്പര ബന്ധം പട്ടി മനസ്സിലാക്കുകയും ശബ്ദം കേട്ടയുടൻ തന്നെ ഉമിനീർ സ്രവിക്കപ്പെടുകയും ചെയ്തു. ഉമിനീർ ഗ്ലാസ് ട്യൂബിൽ ശേഖരിച്ച് കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ആരംഭത്തിൽ ചെവി കൂർപ്പിക്കുക, ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് നോക്കുക തുടങ്ങിയ അപ്രസക്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങളാണ് നായ നടത്തിയത്. തുടർന്ന് ശബ്ദവും ഭക്ഷണവും തമ്മിൽ അനുബന്ധനം നടക്കുകയുണ്ടായി. നൈസർഗിക ചോദകത്തെ അനുബന്ധനം ചെയ്യാത്ത ചോദകമെന്നും നൈസർഗിക പ്രതികരണത്തെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം എന്നും കൃത്രിമ ചോദകത്തെ അനുബന്ധിത ചോദകം എന്നും അനുബന്ധിത ചോദകത്തിന്റെ പ്രതികരണത്തെ അനുബന്ധിത പ്രതികരണം എന്നും വിശേഷിപ്പിക്കുന്നു. ഇപ്പം ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണ് ഇത് കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾ സ്റ്റിമുലസ് എന്നും റെസ്പോൺസ് എന്നും മാത്രം പഠിച്ചു വെക്കുന്നതാണ് ബെറ്റർ. അപ്പം അതിൻ്റെ മലയാളമാണ് ചോദകം എന്നും പ്രതികരണം എന്നും പറയുന്നത്. നൈസർഗികമായിട്ട്, അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണെങ്കിൽ നൈസർഗിക ചോദകത്തെ അനുബന്ധനം ചെയ്യാത്ത അൺകണ്ടീഷൻഡ്. ഇനി നൈസർഗികമായിട്ടുള്ള പ്രതികരണത്തെ എന്ത് ചെയ്യുന്നു? അൺകണ്ടീഷൻഡ് എന്ന് പറയുന്നു. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും കൃത്രിമമായിട്ടുണ്ടാവുന്ന ചോദകത്തെ അനുബന്ധിത ചോദകം എന്നും. അപ്പൊ കൃത്രിമമായിട്ടുണ്ടാക്കിയപ്പോൾ എന്ത് പറഞ്ഞു? അനുബന്ധിതം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ വന്നു കഴിഞ്ഞാലും അനുബന്ധിത പ്രതികരണം. അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിനെ കണ്ടീഷൻഡ് എന്ന് പറയും. നമ്മളൊരു കണ്ടീഷൻസ് വെച്ചു, ഇങ്ങനെ കാര്യങ്ങളാണ്, അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിമുലസും റെസ്പോൺസും ഉണ്ടാവുന്നു എന്ന് ചെയ്യുന്നു. നോർമലി ആണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? അൺകണ്ടീഷൻഡ്, അതായത് അനുബന്ധനം ചെയ്യാത്ത. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സ്റ്റിമുലസ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചൊരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടീഷൻഡ് അല്ലെങ്കിൽ അനുബന്ധിത ചോദകം എന്നും പ്രതികരണം. അപ്പം ഇങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്തിലേക്ക് പോകുന്നേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. പാവ്ലോവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി അനുബന്ധനത്തിന് മുൻപ്, ഇനി അനുബന്ധനത്തിന്റെ പുരോഗതിയാണ് പഠിക്കാൻ പോകുന്നത്. ബിഫോർ കണ്ടീഷനിങ് എന്നാണ്. ഇറച്ചിപ്പൊടി, അതായത് അനുബന്ധനം ചെയ്യാത്ത ചോദകം. ഇപ്പോൾ ഉമിനീർ സ്രവമുണ്ട്, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അൺകണ്ടീഷൻഡ്. മണിയൊച്ച എന്ന് പറഞ്ഞത് നമ്മൾ മനഃപൂർവ്വം ചെയ്തു, അനുബന്ധിത ഛേദകം. ഉമിനീർ സ്രവം ഇല്ല, അതായത് കണ്ടീഷനിങ് മുമ്പ് ആ ഒരു ടൈമിൽ എന്തില്ല? ഉമിനീർ സ്രവം ഇല്ല. ഇനി നമ്മൾ കണ്ടീഷനിങ് ചെയ്യുന്ന സമയത്ത് ഇറച്ചിപ്പൊടി വെച്ചു, മണിയൊച്ച കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നു? ഉമിനീർ സ്രാവം വരുന്നു. അതാണ് കണ്ടീഷനിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇത് വരുന്നത്. ഇനി അനുബന്ധനത്തിന് ശേഷം എന്തുണ്ടാവുന്നുണ്ട്? മണിയൊച്ച കേൾക്കുമ്പോൾ തന്നെ എന്തു വരുന്നുണ്ട്? ഉമിനീർ സ്രവം വരുന്നുണ്ട്. അതാണ് 3 പ്രോസസ്സ് വെച്ചിട്ട് കണ്ടീഷനിങ് മുമ്പ്, കണ്ടീഷൻ ചെയ്യുമ്പോൾ എന്താണ്, കണ്ടീഷനിങ്ങിന് എന്താണ്. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടീനെ അല്ല ഒരു പട്ടീനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ അനുസരിച്ച് വർക്ക് ചെയ്യും. ഈ പോലീസ് നായകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അതിന് ആ ഒരു സെൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യുമെന്നിട്ടാണ് ഈ പറയുന്നത്. സ്വയമേ ദുർബലമോ കൃത്രിമോ ആയ ഒരു ചോദകം ശക്തവും നൈസർഗികവുമായ മറ്റൊരു ചോദകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ ഇവിടെ ശബ്ദത്തിനെ ഫുഡ് കഴിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്ത് ആവർത്തിച്ച് അവതരിപ്പിക്കുമ്പോൾ ദുർബലമായ ചോദകം ശക്തമായ ചോദകത്തിൻ്റെതുപോലെയുള്ള പ്രതികരണം ജനിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ് അനുബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു സ്റ്റിമുലേഷൻ ആയിട്ടുള്ള ശബ്ദവുമുണ്ട്, മറ്റൊരു ചോദകമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് രണ്ടിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൻ്റെ റെസ്പോൺസ് ആയിട്ടുള്ള ഉമിനീർ സ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഒന്നിനെ കണക്ട് ചെയ്ത് വേറൊന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടുന്നതാണ് അനുബന്ധനം എന്ന് പറയുന്നത്, അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലുള്ള വ്യത്യസ്ത ചോദകങ്ങളെ വേർതിരിക്കാൻ കഴിയാതെ എല്ലാറ്റിനോടുമുള്ള ഒരേപോലെ പ്രതികരിക്കുന്ന പ്രവണതകളുടെ ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം എന്നും അറിയപ്പെടുന്നുണ്ട്. ശബ്ദത്തിന്റെ സ്ഥായിയായ ഭാവം കണക്കാക്കാതെ ഏതൊരവസ്ഥയിലും നായ തുടക്കത്തിൽ പ്രതികരിച്ചത് ഇത്തരത്തിൽ ആണ്.
ഒരുപോലുള്ള വ്യത്യസ്ത ചോദകങ്ങളെ വേർതിരിക്കാൻ ആദ്യമൊന്നും നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ പുതുതായിട്ടൊരു വ്യക്തിയുടെ സൗണ്ട് കേട്ടാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ അവരോട് പിന്നെ ഗ്രാജുവലി സംസാരിച്ച് വരുമ്പോൾ അവരുടെ സംസാരത്തിൽ ഒരു ചെറിയൊരു വേരിയേഷൻ പോലും നമ്മൾ ചോദിക്കത്തില്ല എന്ത് പറ്റി ഫോണിൽ കൂടെ ആണെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടി കുസൃതിക്കാരനായതുകൊണ്ട് ക്ലാസ്സിലെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന അധ്യാപകന്റെ സമീപനവും ഒരു അധ്യാപകന്റെ കാർക്കശ്യത്തിന് വിധേയനായി കുട്ടി എല്ലാ അധ്യാപകരോടും വിദ്യാലയത്തോട് തന്നെയും നിഷേധാത്മകമായ മാനസികാവസ്ഥയ്ക്ക് വശംവദനാകുന്ന അവസ്ഥയും ഈ ചോദക സാമാന്യവൽക്കരണത്തിന്റെ ഭിന്ന രൂപങ്ങൾ ആണ്. ഒരു ചോദകം ഭയജനമാകയാൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ചോദകങ്ങളും സാഹചര്യങ്ങളും ഭയം ഉദ്ദീപിപ്പിക്കുന്നു. കൃത്രിമമായ ഒരു ചോദകത്തിന് പ്രതികരണം സൃഷ്ടിക്കാനുള്ള ശക്തി സ്വായത്തമായ ശേഷം, ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, കുസൃതിക്കാരൻ. എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിനെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന അധ്യാപകന്റെ സമീപനവും ഒരു അധ്യാപകന്റെ കാർക്കശ്യത്തിന് വിധേയനായ കുട്ടി എല്ലാ അധ്യാപകരോടും വിദ്യാലയത്തോട് തന്നെയും നിഷേധാത്മകമായ മാനസികാവസ്ഥയ്ക്ക് വശംവദനാകുന്ന അവസ്ഥയും ഈ ചോദക സാമാന്യവൽക്കരണത്തിന്റെ ഭിന്ന രൂപങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവാം അല്ലേ. അപ്പം ഇതാണ് ഒരു ചോദകം ഭയജനമാകയാൽ. അപ്പം അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും ഉള്ളത്. അപ്പം അതിനെ കണക്ട് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് അടുത്തൊരു ഭയം ജനറേറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ് വളരെ വലുതായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് പലരും ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റിമുലസ് ആയിട്ടുള്ള ഫാക്ടർ ഫിയർ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക്, അതായത് ഇപ്പോൾ സ്കൂളിലാണല്ലോ അധ്യാപകർ, അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് നോക്കിയാലും ആ കുട്ടിക്ക് അതിനോട് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ആ കുട്ടിയുടെ സ്വഭാവം ട്രിഗർ ആവും. മനസ്സിലായോ? അതുപോലെ ഉള്ളൂ ഏതിനായാലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ട്, അതായത് നമ്മൾ ഡെയിലി ലൈഫിലായാലും നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആയിരിക്കും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ കൃത്രിമമായ ഒരു ചോദകത്തിന് പ്രതികരണം സൃഷ്ടിക്കാനുള്ള ശക്തി സ്വായത്തമായ ശേഷം നിരന്തരമുള്ള ആവർത്തനങ്ങളിൽ പ്രബലനമില്ലാതെ അനുബന്ധിത ചോദകം മാത്രം അവതരിപ്പിക്കുന്നുവെങ്കിൽ പ്രതികരണം ക്രമേണ ഇല്ലാതാവുന്നു. ഒന്നുകൂടെ വായിക്കാം. അതായത് കൃത്രിമം, നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യലി നമ്മളിപ്പം ഒരു മണി വെച്ച് കേൾപ്പിച്ചു, പ്രതികരണം സൃഷ്ടിക്കാനുള്ള ശക്തി സ്വായത്തമായ ശേഷം നിരന്തരമുള്ള ആവർത്തനങ്ങളിൽ, അത് ആ സെയിം സമയത്ത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പ്രബലനമില്ലാതെ അനുബന്ധിത ചോദകം മാത്രം അവതരിപ്പിക്കുന്നുവെങ്കിൽ പ്രതികരണം ക്രമേണ ഇല്ലാതാവുന്നു. അത് മാത്രമാണെങ്കിൽ ഫുഡ് കൊടുക്കുന്നില്ല, വെറുതെ മണി വെച്ച് മാത്രം കേൾക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഉമിനീരൊന്നും ഉണ്ടാവത്തില്ല. അത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അതിന് ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നത്, അതിന് ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആവുന്നത് എന്ന് പറയുന്നത്. ശബ്ദം മാത്രം കേൾപ്പിക്കുകയും പലതവണ ശബ്ദത്തെ തുടർന്ന് ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്താൽ ഉമിനീർ സ്രാവം നിലയ്ക്കുന്നു. ഇപ്പം നമ്മളായാലും അങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യത്തെ 2-3 പ്രാവശ്യം പുലി എന്നൊക്കെ പറയുന്നത് പോലെ 2-3 പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ എന്ന് നോക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഓക്കളാന്ന് പറഞ്ഞ് പോകത്തില്ല. അതുപോലെയുള്ളൂ ഈ സംഭവം. പാവ്ലോവ് ഇതിനെ എക്സ്റ്റിങ്ഷൻ, വിലോപം എന്നാണ് വിളിച്ചത്. വിലോപം. ഇങ്ങനെ അപ്രത്യക്ഷമായ പ്രതികരണങ്ങൾ പിന്നീട് ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്നതായും പാവ്ലോവ് നിരീക്ഷിച്ചു. ഈ നിരീക്ഷണം ഓർമ്മ സംബന്ധിച്ച ചില പഠനങ്ങൾക്ക് കാരണമായി തീരും. ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും അത് എപ്പോഴോ സംഭവിച്ച പോലത്തെ ഒരു തോട്ട് നമ്മൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അതായത് നമ്മൾ പേഴ്സണൽ എപ്പോഴോ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവമായിരിക്കും സെയിം സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മെമ്മറി നമുക്ക് വരാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കയറി വരാറുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ശബ്ദത്തിന് പകരമായി മറ്റു ചോദകങ്ങൾ ഉപയോഗിച്ചും പാവ്ലോവ് പരീക്ഷണം നടത്തുകയുണ്ടായി. JB വാട്സൺ ചെമ്മരി ആടുകളിൽ ഇത്തരം ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ചുവന്ന ബൾബ് കത്തിയ ഉടനെ ആടിന്റെ പിൻകാൽ കടിപ്പിച്ച് ഇലക്ട്രിക് കണക്ഷനിലൂടെ ഷോക്ക് നൽകുന്നു. കാൽ കുടയുമ്പോൾ ഷോക്ക് നിലയ്ക്കുന്ന വിധമായിരുന്നു ക്രമീകരണം. ആദ്യത്തെ ഏതാനും ട്രയലുകൾക്ക് ശേഷം ഷോക്ക് വരാൻ കാത്തു നിൽക്കാതെ തന്നെ ചുവന്ന പ്രകാശം കണ്ടയുടൻ കാൽ കുടയുന്നുവെന്ന് നിരീക്ഷിച്ചു. ചുരുക്കത്തിൽ അനുബന്ധനം സിഗ്നൽ പഠനം ആണെന്ന് പറയാം. അപ്പം അനുബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ആക്കിക്കോണം എന്ന് പറയുന്നത് പോലെ, ഇപ്പം നമ്മൾ റെഡ് ലൈറ്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ടി ബ്രേക്കിൽ ചവിട്ടുമെന്ന് പറയുന്നത് പോലെ ഈ സിഗ്നൽസിനനുസരിച്ചിട്ട് വരുന്ന സംഭവമാണെന്ന് വേണമെങ്കിൽ എന്തിനെ പറയാം? ഈ അസോസിയേറ്റീവ് ലേണിംഗ് അഥവാ അനുബന്ധന പഠനത്തിനെ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം.
ക്ലാസിന്റെ അന്തരീക്ഷത്തിൽ അധ്യാപകരുടെ അംഗീകാരവും കൂട്ടുകാർക്കിടയിലുള്ള സ്ഥാനലബ്ധിയും ജിജ്ഞാസയും ഒക്കെയാണ് പ്രധാനപ്പെട്ട അഭിപ്രേരണാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചില അധ്യാപകരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്ന അധ്യാപകരെ നമ്മൾ ജീവിതകാലം അവസാനം വരെ ചിലപ്പോൾ ഓർത്തിരിക്കും. പിന്നെ നമുക്ക് കൂട്ടുകാർക്കിടയിൽ നമുക്കൊരു വിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് തോന്നും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇതിന് നേരെ കാര്യമാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും, പഠിക്കാൻ കഴിവുള്ളതാണെങ്കിൽ പോലും നേരെ ലോ ഗ്രേഡിലേക്കൊന്ന് മാറാനും സാധ്യതയുണ്ട്. മറിച്ച് പ്രബലക ഭക്ഷണമോ വിശപ്പ് അഭിപ്രേരണാ ഘടകമോ അല്ല. അംഗീകാരം, പ്രശംസ, സ്ഥാനലബ്ധി എന്നീ വ്യത്യസ്ത നടപടികളിലൂടെ പ്രബലനം സാധ്യമാണ്. ഇപ്പോൾ ഒരു പഠിക്കാത്ത കുട്ടീനെ ആയാലും നമ്മൾക്ക് നല്ല രീതിയിൽ അതിനെ പ്രശംസിച്ച് അതിനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അതിന് ഫോഴ്സൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി പ്രബലനം തീരെ ലഭ്യമാവാത്ത സാഹചര്യങ്ങളിൽ ആശ്വാസ്യമായ പ്രതികരണങ്ങൾ അപ്രത്യക്ഷമാകും. അപ്പോൾ ചില നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ പറയും ഒരു മോട്ടിവേഷൻ കിട്ടിയായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പഠിച്ചേനം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു മോട്ടിവേഷൻ അല്ല എങ്കിൽ ഒരു നമ്മളെ അതിനെ ഒന്ന് ഫോഴ്സ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഒരു വിശ്വാസക്കുറവ് തോന്നുന്നത് പറയുന്നത് പോലെ അതിൻ്റെ സ്റ്റിമുലസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്നൊക്കെയുള്ള രീതികൾ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഡൗൺ ആവുന്നത് പറയുന്നത് പോലെ ആ പ്രതികരണങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്രത്യക്ഷമാകും. പ്രബലനത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത കുട്ടിക്ക് അത് ഉടൻ നൽകിയിരിക്കണമെന്നാണ്. അതായത് നമ്മളിപ്പം ഇന്നാണ് പരീക്ഷ ഇട്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ലതായിട്ട് പഠിച്ചിട്ട് വന്നെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നത്തേക്ക് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നത്. ചില ടീച്ചർമാരൊക്കെ ഈ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നവരുണ്ടല്ലോ. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ ഇനിയും ടീച്ചേഴ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടികളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് ഏത് പ്രവൃത്തിയാണോ പ്രബലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സംഭവിച്ചാലുടൻ പ്രബലനവും നടന്നിരിക്കണം. ഏത് പ്രവൃത്തിയാണോ പ്രബലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സംഭവിച്ചാലുടൻ പ്രബലനവും നടന്നിരിക്കണം. പാവ്ലോവിന്റെ അനുബന്ധന പ്രക്രിയയെ പൗരാണികം എന്ന് വിശേഷിപ്പിക്കുന്നത്, പൗരാണികം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിക്കലായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് പറയാറുണ്ട്, ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാറുണ്ട്. മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി അതായതുകൊണ്ടാണ് ആദ്യമായിട്ട്. അപ്പം ഈ പാവ്ലോവിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സിഗ്നൽ രീതിയിലുള്ള എന്ന് വേണമെങ്കിൽ പറയാം. അനുബന്ധന പ്രക്രിയയെ പൗരാണികം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ എങ്കിലും സങ്കീർണമായ ചിന്താ പ്രക്രിയകൾ അനുബന്ധനത്തിന് സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നും തർക്കമാണ്. പാവ്ലോവ് കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ്. വിലോപം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. മണിശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ ശ്രവണം ഇല്ലാതായിത്തീരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒള്ളി മണിശബ്ദം മാത്രമേ ഉള്ളൂ എങ്കിൽ, ആഹാരം കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, ഉമിനീർ ശ്രവണം ഇല്ലാതെ ആവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിലോപം എന്നാണ്. പുനഃപ്രാപ്തി സ്പോണ്ടേനിയസ് റിക്കവറിയാണ്. വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം, അതായത് നമ്മൾ അത് കൊടുക്കുന്നില്ല, വീണ്ടും അതിനെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. അതിനെ പറയുന്ന പേരാണ് പുനഃപ്രാപ്തി എന്നാണ്. അതിനുള്ള മാർഗങ്ങളാണ് അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക. അനുബന്ധനത്തിന് ഒരിക്കൽ കൂടിയിട്ട് അവസരം നൽകുക. വിലോപത്തിന് ശേഷം അല്പം സമയം അനുവദിക്കുക. വിലോപം വഴി ഉമിനീർ ശ്രവണം പ്രതികരണം ഇല്ലാതായി തീരുന്നുവെന്ന് കരുതുക. എന്നാൽ കുറച്ചു കഴിഞ്ഞ് മണിയടി ശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീർ ശ്രവണം താൽക്കാലികമായി വീണ്ടും ഉണ്ടാകും. ഈ സവിശേഷതയാണ് പുനഃപ്രാപ്തി എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ഈ ലിസ്റ്റൊക്കെ നോക്കുന്നത് പോലെ ആദ്യത്തെ പ്രാവശ്യം ഇല്ല, അപ്പോൾ നമ്മൾക്ക് പിന്നെ അടുത്ത ലിസ്റ്റ് ഒന്നുകൂടി ഇടുമ്പോൾ നമുക്ക് നമ്മുടെ പേരുണ്ടോ എന്ന് നമുക്ക് നോക്കാനുള്ളൊരു ജിജ്ഞാസ വരത്തില്ലേ, അതുപോലെ പുനഃപ്രാപ്തി. അപ്പോൾ വിലോപം വഴി അപ്രത്യക്ഷമാവുന്ന പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പാവ്ലോവ് അഭിപ്രായപ്പെടുന്നു. അതിനുള്ള മാർഗങ്ങൾ അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക, വിലോപത്തിനു ശേഷം അല്പസമയം അനുവദിക്കുക. ഉദാഹരണം, വിലോപം വഴി ഉമിനീർ ശ്രവണം ഇല്ലാതായിത്തീരുന്നു എന്ന് കരുതുക, എന്നാൽ കുറച്ചു സമയം മണിയടി ശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീർ ശ്രവണം താൽക്കാലികമായി വീണ്ടും ഉണ്ടാകും. ഈ സവിശേഷതയെ പുനഃപ്രാപ്തി എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് വിളംബിത അനുബന്ധിത പ്രതികരണം.
ഇതെല്ലാം ഈ അനുബന്ധിത പ്രതികരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാവ്ലോവിൻ്റെ എഴുതാം. പാവ്ലോവ് നടത്തിയ പരീക്ഷണങ്ങളിൽ മണിനാദം കേൾപ്പിക്കുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞു ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അതായത് കുറച്ച് ആ ഡ്യൂറേഷൻ കുറച്ചുകൂടെ കൂട്ടുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായി പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. ചോദകങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലതാമസം വെച്ച് ഡിലേഡ് ആയിട്ടുള്ള കണ്ടീഷൻഡ് റെസ്പോൺസ്. ഒന്നുകൂടെ പറയാം. പാവ്ലോവ് നടത്തിയ പരീക്ഷണങ്ങളിൽ മണിനാദം കേൾപ്പിക്കുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം നന്നായി കുറയുന്നതായി പാവ്ലോവ് കണ്ടെത്തി. സമയവ്യത്യാസം, അതായത് മണിനാദം കേൾപ്പിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ സമയം നമ്മൾ മണിനാദം കേൾപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം നൽകിയത്. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കണ്ടെത്തി. എന്നാൽ ഇടവേള അതിനുശേഷം വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായി കണ്ടു. അപ്പോൾ ചോദകങ്ങൾക്കിടയിൽ, അതായത് സ്റ്റിമുലസിനിടയിൽ ഉണ്ടായ സമയ വ്യത്യാസവുമായിട്ട് നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഡോക്ടർമാരെയൊക്കെ അന്വേഷിച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുന്ന അവസ്ഥ വേണമെങ്കിൽ ആദ്യത്തെ ദിവസം നമ്മൾ ചെല്ലുമ്പം 1 മണിക്കൂറായിരിക്കും, പിന്നെ 2 മണിക്കൂറായിരിക്കും, പിന്നെ 4 മണിക്കൂറായിരിക്കും, ഇല്ല ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ആവശ്യമായതുകൊണ്ടും നമ്മൾക്ക് വേറെ ഗതി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ അത്രയും നേരം അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥ അതുപോലെ എന്ത് ചെയ്യും. ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും സിസ്റ്റർമാർ വന്ന് കതവ് തുറക്കുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഇപ്പം നമ്മുടെ ടേൺ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചാടി എഴുന്നേക്കുന്നത് പോലത്തെ പ്രതികരണം വേണമെങ്കിൽ ഇവിടെ പറയാം. വിളംബിത അനുബന്ധിത പ്രതികരണം. ഒരു 3-4-5 പ്രാവശ്യം അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ലേ? പിന്നെ നമ്മളത് വിളിച്ചാൽ പോലും നമുക്ക് എണ്ണിച്ച് പോകണം എന്നുള്ള തോന്നാത്തൊരവസ്ഥ വരത്തില്ലേ? വേണമെങ്കിൽ അതുമായിട്ട് ചെറുതായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസ് ചെയ്യുവാണ്. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നു. പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായാലും ഉമിനീർ സ്രവണം എന്ന പ്രതികരണം തന്നെ ഉണ്ടാവും. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്നതോറും പ്രതികരണങ്ങൾ ദുർബലമായി തീരും. ജസ്റ്റ് അത് കോമണൈസ് ചെയ്തു, ജനറലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഒരു കൃത്യമായിട്ടൊരു പ്രതികരണം, അതായത് മണി ഒച്ചയ്ക്കനുസരിച്ച് ഉമിനീർ സ്രവണം ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് റെസ്പോൺസ് എന്തുവാ, അത് അടിക്കുമ്പം ഉമിനീർ സ്രവിക്കണം അല്ലേ? അപ്പം അതിനെയാണ് ചോദക സാമാന്യവൽക്കരണം. അതിനെ സ്റ്റിമുലസിനെ നമ്മൾ ജനറൈസ് ചെയ്തു. ഇനി പാവ്ലോവിന്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാലും ഉമിനീർ സ്രവണം എന്ന പ്രതികരണം തന്നെ ഉണ്ടാവും. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്തോറും പ്രതികരണം ദുർബലമായി തീരുകയും ചെയ്യുന്നു. ചോദക വിവേചനം, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള രണ്ട് മണിനാദങ്ങൾക്ക് ഉള്ളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയ്ക്ക് ചോദക വിവേചനം, ഇത് തന്നെ നമുക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പറ്റിച്ചവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കോള് കണ്ടാലും റിജക്റ്റ് ചെയ്യുന്നത് പറയുന്നത് പോലെ ചോദക വിവേചനം അല്ലെ? ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുകൾ രണ്ട് മണിനാദങ്ങളിൽ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായി പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയക്കാണ് ചോദക വിവേചനം എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് പാവ്ലോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പം ഇത് നന്നായിട്ട് ഒന്നുകൂടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കിനിയും ഒരു 1-2 പോയിന്റ് കൂടെ ഉണ്ട്. അതായത് പാവ്ലോവ് എവിടുത്തെയാണ് എന്നൊക്കെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കൃത്യമായിട്ടൊക്കെ പഠിച്ചോണം കേട്ടോ. റഷ്യൻ ശാസ്ത്രജ്ഞനാണ്. തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നും വേണ്ട. ഇനി ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള, ഇതിന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠന വ്യവസ്ഥയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1904. അത്രയും കാര്യം ഓർക്കണം. റഷ്യൻ ശാസ്ത്രജ്ഞനാണ്.
ദഹന വ്യവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അനുബന്ധന പഠനം, പിന്നെ ഇതിനകത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ട് സിഗ്നൽ റിലേറ്റ് ചെയ്തിട്ടും ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നിട്ടുള്ള കാര്യവും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.